നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ രാഖി പറയുന്നുണ്ട് കേട്ടോ രാജീവിൻ്റെ അടുക്ക് എനിക്കൊരു ചെറിയ തലകറക്കം ഉണ്ടായെന്നും സ്ട്രെസ്സും ടെൻഷനും കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞു. എന്താ രാഖി നീ ഇത്രയും നാളെ എന്നോടത് പറയാതിരുന്നേ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാനായിട്ട് സാധിക്കുമോ? അതുകൊണ്ട് നീ എന്നിൽ നിന്ന് ഇങ്ങനെ ഒന്നും മറച്ചു പിടിക്കരുതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഡോക്ടറിനെ പോയി കാണാമെന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല രാജീവേട്ട, ഇപ്പോൾ എല്ലാം മാറി എന്ന് രാഖി കള്ളം പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ രാജീവേട്ടൻ സത്യങ്ങൾ അറിയുമ്പോൾ എന്തായിരിക്കും രാജീവേട്ടൻ്റെ അവസ്ഥ? രാജീവേട്ടൻ എന്നോട് ക്ഷമിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ ചെയ്യുന്നത്. മോളെ, നിൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. നീ വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് രാഖിയെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ രാഖി പൊട്ടി കരയാട്ടോ ചെയ്യുന്നത്. ഞാൻ അധിക നാൾ ജീവിച്ചിരിക്കില്ല എന്ന് രാജീവേട്ടൻ അറിയുന്ന നിമിഷം എന്തായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കേട്ടോ. പിന്നീട് രാജീവൻ പറയുന്നുണ്ട്, നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിൻ്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ജോയിൻ ചെയ്യാം എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. ഇവിടെ രാജേന്ദ്രനാണെങ്കിൽ ശാരികയെ അന്വേഷിച്ച് അടിമാലിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. അപ്പോൾ ജയരാമൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്ക് പോവാടാ എന്നിങ്ങനെ ചോദിക്കുന്നു. ചേട്ടാ, എനിക്കൊരു ഒഫീഷ്യൽ ടൂറുണ്ട്, അടിമാലി, ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം, ഇവിടെയൊക്കെയാണ് പോകേണ്ടത്. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ചേട്ടനൊരു കാര്യം ചെയ്യണം, ഈ മുദ്രപത്രങ്ങളുണ്ടല്ലോ അതിലൊക്കെ അമ്മയുടെ ഒപ്പിടിപ്പിച്ച് മേടിക്കണമെന്ന് പറഞ്ഞു. രാജ, ഞാൻ എങ്ങനെ ചെയ്യും? ഞാൻ പോയി പറഞ്ഞാലൊന്നും അമ്മ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞു. നീ തന്നെ പറഞ്ഞിട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്കും രാജേന്ദ്രൻ പറയാട്ടോ ചെയ്യുന്നത്, അന്നത്തെ കാര്യത്തിന് ശേഷം അമ്മയ്ക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മ അനുസരിക്കത്തൊന്നുമില്ല, ചേട്ടൻ തന്നെ തഞ്ചത്തിൽ അത് പറഞ്ഞാൽ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് രാജീവൻ അന്ന് കീറിക്കളഞ്ഞില്ല, അതിന് പകരമായിട്ട് ഞാൻ തയ്യാറാക്കിയ മുദ്രപത്രങ്ങളാണെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് ആരതി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ആരതിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയെ കൊന്നിട്ടാണെങ്കിലും സ്വത്തുക്കൾ കരസ്ഥമാക്കാനാണ് രണ്ട് മക്കളും കൂടെ ശ്രമിക്കുന്നതെന്ന്. അപ്പോൾ ഉടനെ ജയരാമൻ പറയുന്നു, അതൊന്നും വേണ്ടടാ, ഇപ്പം രാഖി രേഷ്മയും കൂടെ കേസിന് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അത് നമുക്ക് വിനയാവുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, നിയമവശങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചു മനസ്സിലാക്കി, അച്ഛൻ്റെ സ്വത്തിനാണ് മക്കൾക്ക് അവകാശം, അല്ലാതെ അമ്മയുടെ സ്വത്തിന് അവകാശമില്ല, അമ്മയുടെ സ്വത്ത് ആർക്ക് വേണമെങ്കിലും ഇഷ്ടദാനം ചെയ്യാമെന്ന് പറയുന്നു. അപ്പം ഇനി എങ്ങാനും അമ്മ ഒപ്പിട്ട് തന്നില്ല രാത്രിയിൽ ഉറക്കക്കുളിയോ എല്ലാം കലക്കി കൊടുത്തിട്ട് വിരലടയാളം വാങ്ങിച്ചാൽ മതി എന്ന് രാജേന്ദ്രൻ പറയാട്ടോ ചെയ്യുന്നത് ജയരാമൻ്റെ അടുക്കെ. ഇത് കേട്ടുകൊണ്ട് ആരതി അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി വന്നിട്ട് പറയുന്നുണ്ട്, ഓഹോ, രണ്ട് മക്കളുടെ മനസ്സിലിരിപ്പ് കൊള്ളാം, സ്വന്തം അമ്മയെ കൊന്നിട്ടാണേലും കുഴപ്പമില്ല, സ്വത്തുക്കൾ കൈക്കലാക്കിയാലും മതി, വലിയേട്ടനെ കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയും, പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമല്ലോ എന്ന് ആരതി പറയുന്നു. ഞാൻ എന്തായാലും രേഷ്മയെ രാഖി വിവരങ്ങളെല്ലാം അറിയിക്കുമെന്ന് പറയും, നിങ്ങളുടെ മുഖം മൂടി ഞാൻ എല്ലാവരുടെ മുമ്പിലും പിച്ച് ചെയ്യുമെന്ന് പറയുന്നു, നിങ്ങളുടെ തനി നിറം എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്നും ആരതി പറയാട്ടോ ചെയ്യുന്നത്. നീ എന്ത് വേണമെങ്കിലും ചെയ്തോടി, എനിക്കൊരു ചുക്കുമില്ല, നീ നിൻ്റെ കയ്യിലുള്ള തെളിവുകളും വെച്ച് ആർക്കെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഞാൻ പുഷ്പം പോലെ ഊരിപ്പോരുമെന്നുണ്ട്. കേസിൽ നിന്നൊക്കെ നിങ്ങൾ ഊരുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ നാണം കെട്ട് നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരും, നിങ്ങളുടെ ചതികൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നും പറയാട്ടോ ചെയ്യുന്ന ആരതി. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ നിന്നെ കൊന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ തോക്കെടുത്ത് ആരതിയുടെ നെറ്റിയിലേക്ക് വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ജയരാമൻ പറയുന്നുണ്ട്, വിടറ അവളെ വിട്, നീ എന്താ ഈ കാണിക്കുന്നതെന്ന് പറയുന്നു. എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, എനിക്ക് തടസ്സം നിൽക്കുന്ന ആരായാലും അവരെ ഞാൻ കൊന്നു തള്ളുമെന്ന് പറയാട്ടോ ചെയ്യുന്ന രാജേന്ദ്രൻ. ഇത് കേൾക്കുന്ന ആരതി പറയുന്ന, പിന്നെ നിങ്ങൾ എന്നെ കൊല്ലി, എനിക്കൊരു ചുക്കുമില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആരതിയെ കൊല്ലാനായിട്ട് തോക്കെടുത്ത് വെടിവെക്കാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ജയരാമൻ വന്ന് തടയുന്നു. നീ തോക്കേന്ന് വിടറാ, നീ എന്താ ഈ കാണിക്കുന്നത്, അവൾ നിൻ്റെ ഭാര്യയല്ലേ, അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവളൊന്നും എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് വേണ്ട എന്നും ഇവളെ കൊന്നാലും എനിക്കൊരു കുഴപ്പവും വരാനായിട്ട് പോകുന്നില്ലെന്നും ഇവളെൻ്റെ ജീവിതത്തിൽ തടസ്സം നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തീർക്കുക തന്നെ ചെയ്യുമെന്നും കുറേ നാളായി ഇവൾ ഭീഷണിയുമായിട്ട് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ ഭീഷണിക്ക് എനിക്ക് വഴങ്ങാനായിട്ട് സാധിക്കത്തില്ല എന്നൊക്കെ രാജേന്ദ്രൻ പറഞ്ഞിട്ട് ആരതിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഒരുങ്ങാട്ടോ ചെയ്യുന്നത്. ആരതിയാണെങ്കിൽ ഇയാൾ എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, സത്യങ്ങൾ ഞാൻ പുറത്ത് കൊണ്ടുവരും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്നു. ജയരാമൻ വന്ന് തടയുന്നുണ്ട് കേട്ടോ, തോക്ക് പിടിച്ച് പറിച്ച് മേടിക്കുകയും ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലാതെ വിടുന്നത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ കൊന്നു തള്ളിയെന്നും പറഞ്ഞുകൊണ്ട് ആരതിയുടെ മുടിക്ക് പിടിച്ച് തറയിലേക്ക് തള്ളിയിടുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വലിച്ചഴച്ചുകൊണ്ട് താഴെ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കട്ടെ, ഞാൻ ഇവിടുന്ന് പോകത്തില്ല, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ആരതിയെ പിടിച്ച് പിന്നെയും വലിക്കുക കേട്ടോ ചെയ്യുന്ന രാജേന്ദ്രൻ. എന്നിട്ട് തറയിലേക്ക് തള്ളിയിടുന്നു. ആരതി അവിടോട്ട് വീഴുന്നുണ്ട് കേട്ടോ. മര്യാദയ്ക്ക് നീ ഇവിടുന്ന് സ്ഥലം വിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ കാണുമെന്ന് പറയുന്നു. നിങ്ങളുടെ തനി സ്വഭാവം എന്താണെന്ന് എനിക്ക് അറിയാമെന്നും എന്ത് ചെയ്യണം നിങ്ങളെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ആരതി അവിടെ നിന്ന് പോവുകട്ടോ ചെയ്യുന്നത്. പിന്നീട് ജയരാമനെ ആ തോക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ആരെനിക്ക് തടസ്സം നിന്നാൽ അവരെല്ലാം ഞാൻ തീർക്കും, അതുകൊണ്ട് ഏട്ടൻ മര്യാദയ്ക്ക് അമ്മയെ കൊണ്ടിട്ടെല്ലാം ഒപ്പിടിപ്പിച്ച് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് മേടിച്ച് വെച്ചേക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രനാണെങ്കിൽ വീണ്ടും തോക്ക് കാണിച്ച് ജയരാമനെ പേടിപ്പിക്കുന്നു കേട്ടോ. എന്നിട്ട് രാജേന്ദ്രൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇവിടെ ജയരാമൻ ആകെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഗീത വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഏട്ടാ, എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, തലവേദന മാറിയില്ലെന്ന് ചോദിക്കുന്നു. തലവേദന മാറുന്ന ലക്ഷണമൊന്നുമില്ല, രണ്ട് കാര്യത്തിലാണ് ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുന്നത്. ഒന്ന് അമ്മയുടെ കാര്യം ഓർത്തിട്ട്, അമ്മയെ എനിക്ക്
വിട്ട് കളയാൻ പറ്റില്ല. പക്ഷേ അമ്മയുടെ സ്വത്തുക്കളെല്ലാം ഞാൻ എഴുതി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ രാജേന്ദ്രൻ എന്നെ കൊല്ലുമോ എന്നുള്ള പേടിയുമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ ഗീത പറയട്ടോ ചെയ്യുന്ന, എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? രാജേന്ദ്രൻ്റെ ഉദ്ദേശം നിങ്ങളെ കൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് എല്ലാ സ്വത്തുക്കളും എഴുതി മേടിപ്പിക്കുക. അങ്ങനെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുറ്റം നിങ്ങളുടെ തലയിലിടുക. അതാണ് രാജേന്ദ്രൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണല്ലോ, അങ്ങനെ ഒരു ട്രാപ്പ് ഇതിനകത്തുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖിയാണെങ്കിൽ ഷീലയെ വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ, ശാരികയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഉടനെ തന്നെ ഷീല പറയുന്നുണ്ട്, ഞാൻ അനിരുദ്ധൻ അങ്കിളിനെ വിളിച്ചിരുന്നു, പക്ഷേ ശാരികയെക്കുറിച്ച് എന്തൊക്കെയോ അങ്കിളിന് അറിയാം, പക്ഷെ ഒന്നും വിട്ടു പറയാനായിട്ട് തയ്യാറാവുന്നില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, നീ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ചോദിച്ചത്. എന്തോ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്കിൾ, അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞു. ഇനി ശാരി ജീവനോടെ ഉണ്ടോ എന്തോ, അതിലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഷീല പറയുമ്പോൾ, ശാരി ജീവനോടെ തന്നെ കാണും, ശാരിക്കൊരു അബദ്ധം വന്ന് കാണത്തില്ല, അവളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഷീല പറയുന്നുണ്ട്, പിന്നില്ലേ നിൻ്റെ കൊച്ചേട്ടനുണ്ടല്ലോ, നിൻ്റെ കൊച്ചേട്ടനും ശാരിക അന്വേഷിയുടെ വന്നിരുന്നു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന രാഖി ഞെട്ടുകാട്ടോ ചെയ്യുന്നത്. കൊച്ചേട്ടൻ എന്തിനാണ് വന്നത്? നിനക്കൊരു സർപ്രൈസ് തരുന്നതിന് വേണ്ടിയിട്ടും ശാരികയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി നിൻ്റെ മുമ്പേ ശാരികയെ കൊണ്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞെന്ന് പറയട്ടോ ചെയ്തത്. അപ്പോൾ ഉടനെ ഞാൻ പിന്നെ നിന്നോടുള്ളൊരു സ്നേഹം കൊണ്ടങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, നീ ഞാൻ പറഞ്ഞ ഭാഗത്തൊന്നും ഭാവിക്കാനൊന്നും പോകണ്ടെന്ന് പറയും. ഇത് കേൾക്കുന്ന രാഖിക്ക് സംശയം തോന്നുക കേട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ എന്തോ ഒരു ചതി ഒപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ. ഇവിടെ ഗീതയാണെങ്കിൽ ലളിതാമ്മയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഗീത പറയുന്നുണ്ട്, 38ാമത്തെ വയസ്സിൽ ഭർത്താവ് മരിച്ചിട്ടും നിങ്ങളെയൊക്കെ പൊന്നുപോലെ നോക്കിയ ആളാണ് ഈ കിടക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്കൊക്കെ സ്വത്തിൻ്റെ പേരിൽ എങ്ങനെ ഈ അമ്മയെ ദ്രോഹിക്കാനായിട്ട് തോന്നും? എനിക്ക് അമ്മയുമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഞാൻ അമ്മയെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ ചെയ്യുന്ന ഗീത. അപ്പോഴേക്കും ലളിതാമ്മ ചാടി എണീക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയെങ്കിലും അമ്മയെ രക്ഷിക്കണമെന്ന് ഗീതയും ജയരാമനും പറയുന്നത് ലളിതാമ്മ കേൾക്കുന്നുണ്ട്. രാജേന്ദ്രൻ്റെ പിടിയിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞു. എല്ലാ സത്യങ്ങളും ലളിതാമ്മ അപ്പം മനസ്സിലാക്കാട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രനാണ് കഥയിലെ വില്ലനെന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നീട് രാഖി രാജേന്ദ്രനെ ഫോണിലേക്ക് വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കൊച്ചേട്ടൻ എന്തിനാ ഷീലയുടെ വീട്ടിൽ പോയത്? ഏത് ഷീല? എൻ്റെ കൂട്ടുകാരി ഷീലയുടെ വീട്ടിൽ കൊച്ചേട്ടൻ എന്തിനാ ശാരിക അന്വേഷിച്ച് പോയെന്നാ ചോദിച്ചെന്ന് പറയട്ടോ ചെയ്യുന്നത്. അയ്യോ മോളെ, അത് പിന്നെ ഈ രാജീവനുണ്ടല്ലോ, അവൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ശാരികയെ കണ്ടെത്തി നിൻ്റെ മുമ്പിൽ നിർത്തി സത്യം പറയിപ്പിക്കാമല്ലോ എന്ന് കരുതി. അതോടുകൂടി രാജീവൻ്റെ ചതി നിനക്ക് മനസ്സിലാവുമല്ലോ. അടുത്ത ഡ്രാമയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്നുള്ള രീതിയിൽ മുഖഭാവം വെക്കുക കേട്ടോ ചെയ്യുന്നത് രാഖി. അപ്പോഴേക്കും തുളസി ചായയുമായിട്ട് വരുന്നുണ്ട്. ശാരികയുടെ കാര്യം രാജേന്ദ്രനോട് ചോദിക്കുന്നത് തുളസി കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുളസിക്ക് മനസ്സിലാവുന്നുണ്ട് പതിയെ രാഖി ചേച്ചിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയെന്ന്. പിന്നീട് രാജേന്ദ്രനാണെങ്കിൽ ഫോൺ വയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോളെ ഞാൻ ഇച്ചിരി തിരക്കാന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. ഇത് കേൾക്കുന്ന രാഖിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട് കേട്ടോ. രാജീവിനെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട് രാജേന്ദ്രൻ. അപ്പോൾ രാഖി മനസ്സിലാക്കുന്നുണ്ട് കഥയിൽ യഥാർത്ഥ വില്ലൻ രാജേന്ദ്രനാണെന്നും എന്തൊക്കെയോ ചതി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും മനസ്സിലാക്കുക കേട്ടോ രാഖി. അങ്ങനെ രാജേന്ദ്രൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു.